ഇത് നമ്മളെ കുറ്റാട്ടുകാവിലേക്കാണ് നമ്മൾ ഇത് കലശം പോകുന്നത്. ഇത് വർഷങ്ങളായിട്ട് പണ്ട് പൂർവ്വന്മാരായി തുടങ്ങി വെച്ചത്. അത് നമ്മൾ ഇന്നും തുറന്നു പോവുകയാണ് ചെയ്യുന്നത്. ഇത് എല്ലാ വീടുകളിലും ഓരോ വീടുകളിലാണ് ഇത് കൊണ്ടാടുക. അത് നമ്മൾ നറുക്കിട്ടിട്ടാണ് വീട് കണ്ടുപിടിക്കുക. ഉച്ചക്ക് നമ്മളിവിടെ കലശക്കഞ്ഞി എന്നൊരു ഭയങ്കര ഒരു ചടങ്ങുണ്ട്. അത് കുടിക്കാൻ ഒരുപാട് ആൾക്കാർ വരും. അത് വാഴ ഇലയിൽ വാഴത്തട ആക്കി അതിൽ ഇല വെച്ചിട്ടാണ് അതിലാണ് കഞ്ഞി കൊടുക്കുക. അതിന് പ്രത്യേക ഒരു സ്വാധീനമാണ്. ഹായ് ഡിയേഴ്സ്, കലശത്തിനെ കുറിച്ച് കേട്ടല്ലോ. അപ്പോൾ കലശം വീട് മുതൽ അമ്പലം വരെ എത്തുന്ന കാഴ്ചയൊന്ന് കണ്ടാലോ. അപ്പോൾ ഇതാണ് ഇപ്രാവശ്യം കലശത്തിനായി തിരഞ്ഞെടുത്ത വീട്, അതായത് കലശപ്പുര. മുറ്റം ചാണകം തളിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുള കൊത്തിക്കൊണ്ടുവന്ന് ചെറിയൊരു പന്തൽ മുന്നിലായി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ മുളയുടെ മുകളിലായി അറ്റം കൊത്തിക്കളഞ്ഞ് ഓല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാണ് കുട്ടം, ഇത് കലശം. പിന്നെ വീടുകളിൽ നിന്ന് നെയ്യ് ശേഖരിക്കാനുള്ള ഒരു പാത്രമാണ് ഇത്. ഇനി ഒരു വിളക്ക്, പിന്നെ ഒരു ചെണ്ട കൂടിയുണ്ട്. എൻ്റെ മക്കൾ അതിൽ നല്ല കൊട്ടിക്കളിയാണ്. കലശം 2 ദിവസമായിട്ടാണ് നടത്തുന്നത്. ഇത് 1ാമത്തെ ദിവസമാണ്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ആളുകളൊക്കെ എത്തിത്തുടങ്ങും. രാത്രിയിലേക്കുള്ള ഭക്ഷണത്തിലുള്ള തയ്യാറെടുപ്പിലാണ് ഇത്. ഇതാണ് നമ്മുടെ കലശക്കാരൻ. പഴമയുടെ കുറേ കാഴ്ച ഈ ചടങ്ങിനുണ്ട്. അതിലൊന്നാണ് ഇത് വിളക്ക് തിരിയാക്കുന്നതാണ് ഇത്. അതായത് വെളുത്ത തുണിയെടുത്ത് ഓരോ കഷ്ണങ്ങളായി മുറിച്ചെടുത്ത് കൈകൊണ്ട് ഉരുണ്ട ആകൃതിയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. കലശത്തിൻ്റെ ചടങ്ങിന് ആവശ്യമായ സാധനങ്ങളൊക്കെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി മുന്നേ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. കലശവുമായി ബന്ധപ്പെട്ട എല്ലാ ചടങ്ങുകളും കലശക്കാരനാണ് ചെയ്യുന്നത്. അപ്പോൾ സന്ധ്യാസമയമായി. അപ്പോൾ ആദ്യം ചെയ്യുന്നത് പൈൻകുറ്റി വെക്കുന്നതാണ്. പൈൻകുറ്റി വെച്ച് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇനി കുട്ടത്തിന് തിരി കൊടുക്കുന്ന ഒരു ചടങ്ങാണ്, അതൊന്ന് കണ്ടാലോ. ചെണ്ട കൊട്ടുകയും ഈ കുട്ടം 3 തവണ പൊന്തിച്ചുകൊണ്ട് ഈ ഒരു ചടങ്ങ് ഇതുപോലെ ചെയ്യുന്നുണ്ട്. രാത്രിയിലത്തെ നമ്മുടെ ചടങ്ങൊക്കെ കഴിഞ്ഞു. എല്ലാവരും ഭക്ഷണം കഴിക്കലായി. ഭക്ഷണം കഴിച്ച് എല്ലാവരും വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇനി എല്ലാവരും രാവിലെയാണ് എത്തുന്നത്. കലശക്കാരന് മാത്രം കലശം കഴിഞ്ഞാൽ മാത്രമേ വീട്ടിലേക്ക് പോകാൻ പാടുള്ളൂ. അപ്പോൾ രാത്രിയിലുള്ള ഉറക്കവും കലശത്തിൻ്റെ കൂടെ തന്നെയാണ്. അതുപോലെ തന്നെ 2 ആൾ ഒന്നിച്ചാണ് കലശത്തിൻ്റെ കൂടെ ഉണ്ടാകേണ്ടത്. ആൾക്കാരെല്ലാം കുറവാണെങ്കിലും നല്ല സഹകരണങ്ങളാണ് നമുക്ക് ഈ കാഴ്ചയോടനുബന്ധിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഈ വസൂരി രോഗം ഉണ്ടാകുന്നത് ഇതിന് നട്ടമിൻ്റെ പ്രധാനം എന്ന് വെച്ചാൽ അതുണ്ടായാൽ തന്നെ നമ്മൾ വീടുകളിൽ കയറിയിട്ട് പിന്നെ മഞ്ഞപ്പൊടിയും കാര്യങ്ങളും കലശക്കാരൻ ഇടുന്നൊരു സംഭവം ഇത് ഭയങ്കരമായിട്ട് ഒരു സംഭവമാണ്. അതിന് വലിയ പ്രാധാന്യമുള്ള ഒരിതാണ്. അതിന് കുരുമുളകും മഞ്ഞളും നമ്മൾ കെട്ടി നേർച്ചയായിട്ട് ഈ ഇവിടത്തേക്ക് കൊണ്ടുപോകുന്നൊരു പരിപാടിയുണ്ട്. അതെല്ലാവരും എല്ലാ വീടുകളിലും നേർച്ച കുറ്റാട്ടുകാവിലേക്ക് വെക്കുന്നുണ്ട്. കലശക്കാരൻ തലേന്ന് വ്രതം എടുത്ത് തലേന്ന് രാത്രി പിന്നെ കലശക്കാരനായിട്ട് വൈകിട്ട് വെച്ചതോടുകൂടി നമ്മൾ തുടങ്ങുന്നൊരു സംഭവം. പിറ്റേന്ന് രാവിലെ വരെ ഒന്നപാട് ഒരു വൈകിട്ട് കൂടി കഴിഞ്ഞാൽ കലശക്കാരൻ്റെ ഇതായി. പിന്നെ തലപൊതിയിൽ കലശം എടുക്കുമ്പോൾ തലപൊതിഞ്ഞാൽ അത് അവിടുന്ന് കഴിക്കാൻ പാടില്ല. കുത്തുവിളക്കും ഇവിടെയാണ് കലശക്കാരൻ്റെ ഇത്. അതിന് വെളിച്ചെണ്ണ പിന്നെ എല്ലാവരും നേർച്ചയായിട്ട് സംഘടിപ്പിക്കുന്നുണ്ട്. അതിൽ നേരത്തെ പൈസ കുത്തുവിളക്കിലും എല്ലാ വീടുകളിലും ഇടുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ നമ്മുടെ കലശം 2ാം ദിവസമായി. ഇനി കലശത്തിന് ഒരുക്കുന്ന കാഴ്ചയാണ്. ഇതുപോലെയുള്ള കാർഡ്ബോർഡാണ് ആദ്യം കലശത്തിൻ്റെ മേലെ കെട്ടിവെക്കുന്നത്. നടുവിൽ ബോർഡിൽ അത് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അത് എന്തിനാണെന്ന് കുറച്ച് കഴിഞ്ഞ് കാണിച്ചു തരാം. അതിന് മുന്നേ തെങ്ങിൻ്റെ പൂക്കൾ വെച്ച് മുകളിലും താഴെയായി ഡിസൈൻ പോലെ ചെയ്യുന്നുണ്ട്. ഈ സമയം ഉച്ചഭക്ഷണത്തിൻ്റെ കാര്യങ്ങളും പിറകിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തെങ്ങിൻ്റെ മട്ടലിൻ്റെ അറ്റത്ത് ചകിരി കളഞ്ഞ തേങ്ങ ഉറപ്പിച്ച് വെച്ച് പച്ചക്കായ ഉടക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഉച്ചക്കഞ്ഞിക്കുള്ള വാഴത്തട, വാഴയില എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്.
കലശം ചമയ്ക്കുന്നതിന് മുന്നുള്ള രൂപം ഞാൻ കാണിച്ചു തന്നല്ലോ. അപ്പോൾ അതിന് എല്ലാത്തിനും ഒരു കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആ ഒരു കലശത്തിൻ്റെ രൂപം ചെയ്യുന്നതിന് എല്ലാം കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോ കലശം ചമയിച്ച് കൊണ്ടുവരുന്നത് പക്ഷേ വ്യത്യസ്തമായിട്ടാണ്. പിന്നെ കളർ പേപ്പറൊക്കെ വെച്ച് നല്ല രീതിയിൽ ചമയ്ക്കലുണ്ടായിരുന്നു. എന്നാൽ അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞാൽ തീ പിടിക്കാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം നല്ല പൂവുകളൊക്കെ വെച്ച് ചമയ്ക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് സമയമെടുത്തിട്ട് ചെയ്യേണ്ടതാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ. എന്താണെന്ന് വെച്ചാൽ കലശം കൊണ്ടുവന്ന സമയത്ത് നമുക്ക് ഇതും ശരിയായ രീതിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാം അഴിഞ്ഞ് താഴെ എത്തും. അതുകൊണ്ട് തന്നെ നല്ല ടൈറ്റായിട്ടും കറക്റ്റായിട്ടും ഒക്കെ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കുട്ടവും കലശവും എല്ലാം റെഡിയാക്കി നല്ല രീതിയിൽ ചമയിച്ച് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇത് കാവിലേക്കുള്ള എല്ലാ വീടുകളിൽ നിന്നും കൊടുക്കുന്ന വെളിച്ചെണ്ണ ഇതിനകത്ത് വെച്ച് നമ്മൾ കാവിലെത്തിക്കഴിഞ്ഞാൽ തമ്പുരാട്ടി നമുക്ക് പന്തത്തിൽ വയ്ക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ്. അതിനു വേണ്ടി തയ്യാറാക്കുന്നതാണ്. രാത്രി സ്ത്രീകളൊക്കെ വരുന്നത് കുറവാണ്. പകലാകുമ്പോഴത്തേക്കും എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇനി ഒരു പൈൻകുറ്റി വെക്കലാണ്. അതിനുശേഷം വീണ്ടും രാത്രിയിലെ ചടങ്ങ് പോലെ തന്നെയാണ് തട്ടിന് തിരി കൊടുക്കുന്ന ചടങ്ങാണ്. ഇപ്പോൾ ഒരുപാട് നാളായി പ്രകാശാണ് നമ്മുടെ കലശക്കാരനെ. അതുകൊണ്ട് തന്നെ ചെറിയൊരു ആദരവും കൂടി ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. എല്ലാ പിന്നെ 10-15 കൊല്ലത്തോളമായി ഓർമ്മയാണ് കലശക്കാരൻ. ഏത് സമയത്ത് വിളിച്ചാലും കലശക്കാരനായിട്ട് ഓക്കെ പറയുന്ന പ്രകാശാട്ടെ ഓരോ നമുക്ക് ഈ മുഹൂർത്തത്തിലൊരു ചെറിയൊരു ആദരവ് നൽകേണ്ടതായിട്ട്. കലശത്തിൻ്റെ പ്രധാന ഭാഗമായ കലശക്കഞ്ഞി കൂടിയാണ് അടുത്തത്. വാഴത്തട വെട്ടി അതിൽ വാഴയില വെച്ച് അതിലേക്കാണ് കഞ്ഞി ഒഴിക്കുന്നത്. ഇതിൻ്റെ കൂടെ ചെറിയൊരു കറിയും അതുപോലെ തന്നെ പ്ലാവില കൂട്ടിയാണ് കഞ്ഞി കുടിക്കുന്നത്. കഞ്ഞിയൊക്കെ കുഴിച്ച് കഴിഞ്ഞാൽ കലശം പുറപ്പെടേണ്ട സമയമായി. അപ്പോൾ കലശം ആദ്യം ശരിയായി നിൽക്കാൻ വേണ്ടി കയറ് വെച്ച് മുകളിൽ നിങ്ങൾ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ കെട്ടൊക്കെ അഴിച്ച് പിന്നെ നേരത്തെ ബോർഡിൻ്റെ കാര്യം പറഞ്ഞല്ലോ, സെൻറ്ററിൽ ബോർഡ് ഒഴിവാക്കിയത്, അത് ഇതുപോലെ ഒരു മരത്തിൻ്റെ കഷ്ണം ഇങ്ങനെ വെച്ച് കലശം പിടിക്കാൻ വേണ്ടിയാണ്. ഇനി കലശം നാട്ടിലുള്ള ഓരോ വീട് തോറും കയറി ഇറങ്ങുകയാണ് ചെയ്യുന്നത്. കുട്ടു ഒരാൾ തലയിൽ വെച്ചിരുന്നു. അതുപോലെ തന്നെ കലശം 2 പേർ ചേർന്ന് പിടിച്ചു ഓരോ വീട്ടിലും കയറി നാട്ടിലെ ഒരു ഉത്സവം പോലെ കൊണ്ടാടുകയാണ് ചെയ്യുന്നത്. സന്ധ്യ വരെ പറ്റുന്ന വീടുകളിലൊക്കെ കലശം കയറുകയോ അതുപോലെ തന്നെ സന്ധ്യ കഴിഞ്ഞ് വീണ്ടും കലശപ്പുരയിൽ വന്ന് കലശത്തിൻ്റെ കൂടെ പോയവരൊക്കെ അവിടെ നിന്ന് ആദ്യം ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് കാവിലേക്ക് പോകുന്നത്. ആദ്യമൊക്കെ കാവ് വരെ കലശം എടുത്തു കൊണ്ടുപോവുകയാണ് പതിവ്. എന്നാൽ ഇപ്പോൾ നടന്നു പോകുന്നവരും അതുപോലെ തന്നെ വണ്ടിയിൽ പോകുന്നവരും ഉണ്ട്.
അപ്പോൾ ഇതാ രാത്രി 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കുള്ള കാവും അതുപോലെ കാവിലുള്ള ആൾക്കാരെയൊക്കെ ആയി കാണുന്നത്. ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെ നാട്ടിലെ ആ ഒരു ചടങ്ങൊക്കെ പോലെ തന്നെ ഒരുപാട് നാടുകളിൽ നിന്ന് ഇതുപോലെ കലശം രാത്രി ആകുമ്പോഴത്തേക്കും കാവിലേക്ക് എത്തും. ഓരോ കലശവും അമ്പലത്തിന് 3 തവണ വലം വെക്കുകയും പിന്നീട് രാവിലെ തെയ്യം കീയുന്നത് വരെ കാത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഉത്സവം കൂടുതൽ ഭംഗിയാക്കാൻ വേണ്ടി ഒരുപാട് കാഴ്ചകളുണ്ട്. ബാൻഡ്, ചെണ്ട, പിന്നെ വിവിധ രൂപങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. റോഡ് സൈഡ് മുതൽ അമ്പലം വരെ കാഴ്ചക്കാർ നിറഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് പരിപാടിയൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അമ്പലത്തിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് ഇത്. രാവിലെ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ തെയ്യം ഒരുങ്ങാൻ തുടങ്ങി. ഇനി മുടിയൊക്കെ വെക്കാണ്ട് ഈ ഒരു സമയത്ത് കലശമൊക്കെ റെഡിയാക്കി നിന്നിട്ടുണ്ട്. എല്ലാവരും റെഡിയായി നിൽക്കുകയാണ്. അതുപോലെ തന്നെ കലശത്തിൻ്റെ മേലെ 4 കമ്പ് വെച്ച് അതിൽ തീയൊക്കെ കത്തിച്ച് വെക്കുന്നുണ്ട്. ആദ്യം കുട്ടവും കണ്ടില്ലേ, അപ്പോൾ ആ ഒരു കുട്ടവും അതിന് മുകളിലായിട്ട് കലശം വെച്ച് കെട്ടിയതിന് ശേഷം ഇത് രണ്ടും കൂടി കലശക്കാരൻ്റെ തലയിലാണ് വെക്കുന്നത്. അതുപോലെ തന്നെ തെയ്യവും കലശവും എല്ലാ കലശവും 3 തവണ അമ്പലം വലം വെച്ചതിന് ശേഷം ഓരോ കലശവും തെയ്യത്തിൻ്റെ മുന്നിലേക്ക് പോവുകയും അനുഗ്രഹം വാങ്ങി അതുവരെയാണ് നമ്മുടെ ഈ ഒരു കലശത്തിൻ്റെ ചടങ്ങ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ. താങ്ക് യു.